സ്വന്തം അവകാശങ്ങളുടെ മേൽ നിയമം കൈവെക്കുമ്പോൾ നീതി നോക്കുകുത്തിയാവുകയാണ് ഇവിടം. നോക്കൂ, UK പാർലമെൻറ്റ് ഇന്നലെ ഫലസ്തീൻ ആക്ഷൻ എന്ന പ്രോ ഫലസ്തീൻ പ്രതിഷേധ സംഘടനയെ 2000 തീവ്രവാദ നിയമമായ ടെററിസം ആക്ട് 2000 ഉൾപ്പെടുത്തി തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കാൻ 385-നെതിരെ 26 വോട്ടുകൾക്ക് തീരുമാനിച്ചിരിക്കുകയാണ്. ഹോം സെക്രട്ടറി എവറ്റ് കൂപ്പർ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെ അംഗീകാരത്തിനായി ചർച്ച ചെയ്യപ്പെടാനിരിക്കുകയാണ്. എന്താണ് ഫലസ്തീൻ ആക്ഷൻ എന്ന് പരിശോധിക്കാം. ഫലസ്തീൻ ആക്ഷൻ ഇസ്രായേലിൻ്റെ ഫലസ്തീൻ അധിനിവേശത്തിനും UK-യുടെ ഇസ്രായേൽ പിന്തുണയ്ക്കും എതിരെ പ്രവർത്തിക്കുന്ന UK അടിസ്ഥാനമാക്കിയുള്ള സംഘടനയാണ്. ഇവർ ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ നൽകുന്ന കമ്പനികൾക്കെതിരെ നേരിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു. ഓക്സ്ഫോർഡ് ഷെയറിലെ റാഫ് ബ്രൈസ് നോട്ടോൺ എയർബേസിൽ പ്രവർത്തകർ 2 സൈനിക വിമാനങ്ങൾക്ക് ചുവന്ന പെയിന്റ് ഉപയോഗിച്ച് കേടുവരുത്തിയ സംഭവം ഈ തീരുമാനത്തിന് പ്രധാന കാരണമായി. ഇതിനു പുറമെ ഇസ്രായേലിൻ്റെ ആയുധ നിർമ്മാതാക്കളായ എൽബിറ്റ് സിസ്റ്റംസിൻ്റെ UK ആസ്ഥാനത്തിന് നേരെയുള്ള പ്രതിഷേധങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽപ്പിക്കലും വിവാദമായതിനെ തുടർന്നാണ് പ്രശ്നം ഇത്രമേൽ രൂക്ഷമാകുന്നത്. ഈ നിയമം നടപ്പിലാകുന്നതോടെ ഫലസ്തീൻ സംഘടനയായ ആക്ഷനെ ISIS, അൽ ഖ്വയ്ദ തുടങ്ങിയ തീവ്രവാദ സംഘടനകൾക്ക് തുല്യമായി കണക്കാക്കപ്പെടും. ഇതിൻ്റെ ഫലമായി സംഘടനയിൽ അംഗത്വമെടുക്കുന്നതോ പിന്തുണയ്ക്കുന്നതോ അതിൻ്റെ പേരുപയോഗിച്ച് പ്രവർത്തിക്കുന്നതോ ക്രിമിനൽ കുറ്റമായി മാറും. 14 വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കാം. സംഘടനയുടെ ധനസമാഹരണവും പ്രചാരണവും നിരോധിക്കപ്പെടും. മാനിയാക്സ്, മർഡർ കൾട്ട്, റഷ്യൻ ഇംപീരിയൽ മൂവ്മെൻറ്റ് എന്നിവയും ഈ നിയമത്തിൻ്റെ കീഴിൽ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഹോം സെക്രട്ടറി എവറ്റ് കൂപ്പർ ഹിംസാത്മകവും ഗുരുതരവുമായ ക്രിമിനൽ നാശനഷ്ടങ്ങളും നിയമപരമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സെക്യൂരിറ്റി മന്ത്രി ഡാൻ ജാർവിസ് ഫലസ്തീൻ ആക്ഷന്റെ പ്രവർത്തനങ്ങൾ തീവ്രവാദ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്നും ദേശീയ സുരക്ഷയ്ക്ക് ഇത് ഭീഷണിയാണെന്നും വാദിച്ചു. ആക്ഷൻ ഈ നടപടിയെ അധികാര ദുരുപയോഗം എന്നാണ് വിശേഷിപ്പിച്ചത്. നാളെ നടക്കാനിരിക്കുന്ന അടിയന്തര കോടതി ഹിയറിംഗിൽ ഇതിനെ നിയമപരമായി വെല്ലുവിളിക്കുമെന്നും ആക്ഷൻ പ്രഖ്യാപിച്ചു. UN മനുഷ്യാവകാശ വിദഗ്ധർ സ്വത്തിന് നാശനഷ്ടം വരുത്തുന്ന പ്രതിഷേധങ്ങളെ തീവ്രവാദമായി കണക്കാക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ UK മേധാവി നാഷ ദേശ്മുഖ് ഈ നിയമം പ്രതിഷേധ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാണെന്ന് വിമർശിച്ചു. ലേബർ MP ക്ലൈവ് ലൂയിസും ഇൻഡിപെൻഡന്റ് MP സറ സുൽത്താനയും ഈ തീരുമാനം ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്ന് ആരോപിച്ചു. 400-ലധികം സാംസ്കാരിക പ്രമുഖർ ഈ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. വോട്ടെടുപ്പിനിടെ വെസ്റ്റ്മിൻസ്റ്ററിൽ നടന്ന പ്രതിഷേധത്തിൽ 4 പേർ അറസ്റ്റിലായി. സോഷ്യൽ മീഡിയ ഈ നടപടിയെ ചില്ലിംഗ് എന്നും ഫലസ്തീൻ ഐക്യദാർഢ്യത്തെ അടിച്ചമർത്തലെന്നുമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഹൗസ് ഓഫ് ലോർഡ്സ് ഈ നിയമം അംഗീകരിച്ചാൽ ഫലസ്തീൻ ആക്ഷൻ ഔദ്യോഗികമായി തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കപ്പെടും. ഈ തീരുമാനം ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രസ്ഥാനങ്ങളിൽ വലിയ വിവാദങ്ങൾക്കും വഴിവെച്ചേക്കും.